ഇത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ട്. പഴയ വർക്കിംഗ് ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്രൈസ് താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനതിനെ വീണ്ടും ഇടയ്ക്ക് ഒന്ന് രണ്ട് ലൈനോടൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി. അടുത്ത സപ്പോർട്ട് നമുക്ക് എവിടെ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് വരുന്നത്. ഞാൻ നേരെ ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി. ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൈസ് ഇപ്പം ഒന്ന് റിവേഴ്സായി നിൽക്കുന്ന ഈ ഒരു മേഖലയെന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നോക്കി, ഈ ക്യാൻഡിൽ ഓൾറെഡി ഇവിടെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം തിരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു സപ്പോർട്ട് തരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീല ലൈൻ എന്ന് പറയുന്ന ആ ഒരു മേഖല, അതായത് പ്രൈസ് ഏകദേശം എത്ര റേഞ്ച് വരും നമുക്ക് അവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1948 അല്ലെങ്കിൽ 1950 റേഞ്ച് എന്ന് പറയുന്നത് നിലവിലൊരു സപ്പോർട്ടുള്ള മേഖലയാണ്. അവിടെ തട്ടിയിട്ടാണ് നേരെ തിരിച്ച് ഇപ്പം പ്രൈസ് ചെറിയൊരു റിവേഴ്സൽ തന്നിരിക്കുന്നത്. സോ ഈ ഒരു മേഖലയെ നമുക്ക് അത്യാവശ്യം സപ്പോർട്ടുള്ളൊരു മേഖലയായിട്ട് തന്നെ കണക്കാക്കാം 1950 റേഞ്ച് എന്നുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ അടുത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന തൊട്ട് താഴത്തെ ഈ ബ്ലാക്ക് ലൈനാണ്. ആ ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്ന പ്രൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1979 എന്ന് പറയുന്നുണ്ട്. അതായത് 1980 എന്ന് പറയുന്ന റേഞ്ചാണ് അടുത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടാൻ പോകുന്നത്. ആ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ പ്രൈസ് റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ പ്രൈസ് ഈ ഒരു ലൈനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ 1950 എന്ന് പറയുന്ന സപ്പോർട്ട് എന്തെങ്കിലും കാരണവശാൽ ബ്രേക്കായി താഴേക്ക് വരികയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന 1880 എന്നുള്ള റേഞ്ച് ആയിരിക്കും. സോ ഈ ഒരു രണ്ട് പ്രൈസ് റേഞ്ചുകളായിരിക്കും അടുത്ത രണ്ട് സപ്പോർട്ടുകളായിട്ട് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വോളിയം നോക്കാൻ നേരത്ത് വോളിയം സെല്ലേഴ്സ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വരെ സെല്ലേഴ്സിൻ്റെ വോളിയം ആവറേജിന് താഴെ ആയിരുന്നു എങ്കിൽ ഇന്ന് അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലേക്ക് വോളിയം ഇന്ന് കയറുകയും ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പം വോളിയത്തിൻ്റെ ലെവൽ നിൽക്കുന്നതനുസരിച്ച് മിക്കവാറും ഇത് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.